الحمد لله الذي هدانا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. والله لولا الله ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا. ബഹുമാന്യ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു ഇശാ നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തെ നബി കൈപിടിച്ച് മക്കയുടെ പ്രാന്തപ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ദൂരം അവിടെ എത്തിയപ്പോൾ ആ മണലാരണ്യത്തിൽ ഒരു വര വരച്ചുകൊണ്ട് അവിടെ ശാന്തമായി ഇരിക്കാൻ കൽപ്പിച്ച് നബി അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് എങ്ങോട്ടോ പോയി. കുറച്ച് കഴിഞ്ഞ് നബിയെ കാണാൻ വേണ്ടി പലരും അവിടെ വന്ന് കാത്തിരുന്നു. അവരിൽ പലരും തിരിച്ചുപോയി. ഏറെ നേരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. അങ്ങനെ നബി ക്ഷീണിതനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ മടിയിൽ തലചായ്ച്ച് വിശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാഢനിദ്രയിലാണ്. നബിയുടെ ഉറങ്ങുമ്പോഴുള്ള ശ്വാസത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പം വെള്ളവസ്ത്രധാരികളായ കുറച്ചാളുകൾ വന്നു. അവരിൽ കുറച്ചാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദത്തിനരികെ ഇരുന്നു.
മറ്റു ചിലർ നബിയുടെ തലയുടെ അരികിലും ഇരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ എത്ര അനുഗ്രഹീതനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല, കണ്ണുകൾ മയങ്ങുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മയങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് അവർ എടുത്തു പറഞ്ഞു. ആ വന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വെള്ള വസ്ത്രധാരികളാണ്, സുമുഖന്മാരാണ്, നല്ല ആരോഗ്യവാന്മാരായ ചുറുചുറുക്കുള്ള മനുഷ്യരാണ്. മനുഷ്യരൂപത്തിലാണ് അവർ വന്നത്. എന്നിട്ട് ഒരു രാജാവിനെ ഉപമിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ആ രാജാവ് ഒരു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സൽക്കാരത്തിന് എല്ലാവരെയും ക്ഷണിച്ചു. ചില ആളുകളൊക്കെ അതിന് ഉത്തരം നൽകിയവർക്ക് ആ ഉത്തരത്തിനനുസരിച്ചുള്ള സദ്യ ഏർപ്പാടാക്കി. വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ നിലവാരത്തിലുള്ള സദ്യയായിരുന്നു അത്. ഉത്തരം നൽകാത്ത ആളുകൾ അവരെ അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അവരിതും പറഞ്ഞ് ആ വെള്ളവസ്ത്രധാരികളായ ആളുകൾ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയക്കം ഉണർന്നു. തൽഹത്ത് ഇബ്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആരാണ് വന്നത് എന്ന് താങ്കൾക്കറിയുമോ എന്ന്. അല്ലാഹു റസൂലുഹു അലം, എനിക്കറിയില്ല, നബിക്ക് അറിയില്ലൂ, അള്ളാഹുവിനെ അറിയുള്ളൂ, അദ്ദേഹം മറുപടി പറഞ്ഞു. എങ്കിൽ നബി പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളായിരുന്നു. അവർ പറഞ്ഞതിനെ സംബന്ധിച്ച് അറിയുമോ? അദ്ദേഹം അപ്പോഴും മറുപടി പറഞ്ഞു, ഇല്ല നബിയെ, എനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദൗത്യത്തെ സംബന്ധിച്ച് അള്ളാഹുവാണ് മലിക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നും, ആ രാജാവ് പടച്ചതമ്പുരാനാണ്, അവൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം ദഅവത്ത് നന്മയാണ്, ആ ദൗത്യത്തിന് ഉത്തരം നൽകുന്ന ആളുകൾ ആരോ അവർക്ക് നല്ല സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിന് വിമുഖത കാണിച്ച് പിന്നോട്ട് പോകുന്നവരാരോ അവർക്ക് അള്ളാഹു ശക്തമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ഫസ്തയഖള റസൂലുള്ളാഹ് ഖാല, അതപ്പോൾ ഉറക്കം ഉണർന്നതിന് ശേഷം നബി ചോദിച്ച ചോദ്യത്തിന് അവർ മലായിക്കത്തുകളാണ് എന്ന് നബി അദ്ദേഹത്തിന് അറിയാത്ത കാര്യം അറിയിച്ചു കൊടുക്കുകയും സ്വർഗമാണ് ആ സൽക്കാരം എന്നത് എന്നും അല്ലാത്തവർക്ക് നരകമാണ് എന്നതും വ്യക്തമാക്കുകയുണ്ടായി. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണ്? പരിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. നമ്മൾക്ക് പടച്ച തമ്പുരാൻ നുസുലം മിൻ ഗഫൂരിർ റഹീം, കരുണാനിധിയായ തമ്പുരാനിൽ നിന്നൊരു സൽക്കാരം നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിനുത്തരം നൽകുന്ന ആളുകൾക്ക് ഹൃദ്യമായ സ്വീകരണമുണ്ടാകും. ആ സ്വീകരണത്തിൽ അവരെ ഉന്നതമായ സ്ഥാനത്തിരുത്തും. അത് നിരസിക്കുന്ന ആളുകളെ അവൻ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും. ഈ നിലക്ക് പരിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ വേണ്ടി മുഅ്മിനുകൾ തയ്യാറായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ 1000 ഖുത്ബകളിലൂടെ, ക്ലാസ്സുകളിലൂടെ കേട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ജാഅ റമദാൻ, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിതരാകും. ഇത്രമാത്രം വിശാലമായ നിലക്ക് നമ്മളെ അത് സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിൽ അള്ളാഹു ആ മാസത്തെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ. എന്നാൽ ലോകം കാത്തിരിക്കുന്ന ആ പരിശുദ്ധ റമദാൻ ഇന്ന് ശഅബാൻ 29 ആണ്. ഈ 29 അസ്തമിച്ച്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദ്ര അസ്തമനത്തിന് ശേഷം
ഖുർആനിന്റെ ഹദീസിന്റെ ഒക്കെ താല്പര്യങ്ങൾ പരിശോധിച്ച് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും ഉന്നതമായ നിലവാരത്തിൽ കണക്ക് സംബന്ധമായ വിഷയങ്ങളിൽ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതനുസരിച്ച് 26 മിനിറ്റ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ആകാശത്തുണ്ടായിരിക്കും. നോമ്പ് ഈ ഹിലാൽ ദർശനം എന്നത് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 6:11 തന്നെ അത് ദർശിക്കാൻ സാധ്യതയുള്ള മണൽപ്പുറത്ത്, അതുപോലെ തന്നെ കടൽക്കരയിൽ എത്തി നമ്മളുടെ ദൃഷ്ടി അതിലേക്ക് പായിക്കണം. എവിടെയാണ് 6:11 സൂര്യൻ എന്ന്? ആ സ്ഥാനത്തായിരിക്കും ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെടുക. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും കണിശവുമാണ് അത്തരം കാര്യങ്ങൾ. നമ്മളാരും നോമ്പ് തുറക്കാൻ വേണ്ടി സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ എന്ന് കടൽക്കരയിൽ പോയി ഉറപ്പുവരുത്താറില്ല. അതിനർത്ഥം അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കുണ്ട് എന്ന് തന്നെയാണ്. ആ കണക്കനുസരിച്ച് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് വിശ്വസിക്കുന്ന നമ്മൾ ചന്ദ്രൻ 26 മിനിറ്റ് ഉണ്ടാകുമെന്ന് ഗോളശാസ്ത്ര സംബന്ധവും ഒരിക്കലും തെറ്റിയിട്ടില്ലാത്ത കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങൾ വിളിച്ചോതുന്നതുമായ നിലക്ക് 26 മിനിറ്റ് ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്തുണ്ടാകും. ഇനി 29 ഇന്ന് ശഅബാൻ എന്ന് നമുക്കറിയാം. ഇനി ഇതിനോട് ചേർത്ത് ഒരു ഹദീസ് വായിക്കുക. സൂമൂ ലിറുയതിഹി, മാസം അങ്ങനെ കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഅഫ്തിറൂ ബിറുയതിഹി, മാസം കണ്ടാൽ നോമ്പ് മുറിക്കുകയും ചെയ്യുക. ഇതാണ് നബി ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന നിലപാട്. ഒരൊറ്റ ഹദീസും കൂടി, വലാ തസൂമു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്, ഹത്താ തറൗഹു, ആ മാസം ദർശിക്കുന്നത് വരെ. വലാ തുഫ്തിറു ഹത്താ തറൗഹു, 29 മാസം കണ്ടാലല്ലാതെ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാളും ആഘോഷിക്കരുത്. വളരെ കൃത്യമായ കണിശമായ നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് 26 മിനിറ്റ് ഉണ്ട് ചന്ദ്രൻ ആകാശത്ത്. അത് കണ്ടു കഴിഞ്ഞാൽ നാളെ നമുക്ക് നോമ്പായിരിക്കും, അല്ലെങ്കിൽ ശഅബാൻ 30 ആയിരിക്കും എന്ന്. ഇതാണ് ഇതിന്റെ കൃത്യമായ വസ്തുത. ഇതിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യത്തെ മൂടിവെക്കലോ അതിന് തങ്ങളുടേതായ ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കലോ ആയിരിക്കും. ഇന്നേ വരെ ഹിലാൽ കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്, നടപ്പിൽ വരുത്തിയിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി തരാനാണ് ആ 2 ഹദീസും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സഹോദരങ്ങളെ, അങ്ങനെ സന്തോഷത്തോടെ നാളെയാണ് റമദാൻ ആരംഭിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ പട്ടിണിപ്പാവങ്ങളായ പേക്കോലങ്ങളായ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റൊരുപാട് ദരിദ്ര രാജ്യങ്ങളിലും പ്രയാസപ്പെടുന്ന മനുഷ്യരൊക്കെ തന്നെയും ഈ റമദാൻ ഏറ്റെടുക്കാൻ ആത്മീയ തലത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണടിഞ്ഞു പോയ അവരുടെ വീടിന്റെ മുമ്പിലിരുന്ന് തകർന്ന കോൺക്രീറ്റ് കൂനകളുടെ തകർക്കപ്പെട്ട ബോംബുകൾ കൊണ്ടും അതുപോലെ മറ്റ് പലതരത്തിലുള്ള അതിക്രൂരമായ നിലപാടുകൾ കൊണ്ടും തച്ചുടക്കപ്പെട്ട അവരുടെ വീടുകളുടെ അവരുടെ പള്ളികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ ആബാലവൃദ്ധം ജനങ്ങളും സന്നദ്ധരായി കഴിഞ്ഞു. പിതാവില്ലാത്തവര്, മക്കൾ നഷ്ടപ്പെട്ടവര്, ഒരു നിലക്കും ഒരു പ്രതീക്ഷയുമില്ല നോമ്പ് തുറക്കുമ്പോൾ വല്ലതും ലഭിക്കുമെന്ന്, നോമ്പ് എടുക്കാൻ വല്ലതും
ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വളരെ ഹൃദ്യമായി നോമ്പെടുക്കാൻ സന്നദ്ധമായി കഴിഞ്ഞു. ആ മനസ്സിനെ പറ്റി നിങ്ങൾ നോക്ക്. നേരത്തെ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ആ സൽക്കാരത്തിന് അവർ ഉത്തരം നൽകി. അതുപോലെ നമ്മളും ഉത്തരം നൽകി. എന്തിനാണ് ഈ റമദാൻ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ലഅല്ലക്കും തത്തഖൂൻ ഓതി വെച്ച ആയത്തിന് അർത്ഥം പറയേണ്ട ആവശ്യമില്ല, കൃത്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ കാല സമുദായത്തിന് നോമ്പുണ്ടായിരുന്നു. അപ്രകാരം നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിട്ടുണ്ട്, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ. ആത്മീയ തലത്തെ പരിപോഷിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനാക്കിയെടുക്കുക. അതില്ല എങ്കിൽ എത്ര കൊല്ലം നോമ്പെടുത്താലും ആ ആത്മീയ തലം ഭംഗിയായിട്ടില്ലെങ്കിൽ നോമ്പുകാരിൽ ഒരാൾ പറഞ്ഞതുപോലെ രണ്ടുപേർ പറഞ്ഞതിന് തുല്യമായിരിക്കും. ഒരാൾ ചീത്ത പറഞ്ഞപ്പോൾ നോമ്പെടുത്ത ആൾ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ് എന്ന്. ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് മറുപടി പറയാൻ സാധ്യമല്ല. നബി പഠിപ്പിച്ചതുപോലെ മറുപടി പറഞ്ഞു. ചീത്ത പറഞ്ഞ ആളും പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ് എന്ന്. എവിടെയാണ് തലങ്ങൾ? ഒരാൾ ആത്മീയമായ ശുദ്ധി കൈവരിച്ച നോമ്പുകാരനാണ്, മറ്റേയാൾക്ക് അത് മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് നോമ്പിന്റെ ചൈതന്യം, ഈമാൻ, തഖ്വ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായും ആ നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പം നബി പറഞ്ഞ തലങ്ങൾ പരിശോധിച്ചാൽ സംസാരമാകട്ടെ, വാക്കാകട്ടെ, അതുപോലെ തന്നെ നോക്കാകട്ടെ, ഏത് വിഷയമാണെങ്കിലും തങ്ങളുടെ സദഖയുടെ സമ്പത്തിന്റെ സകലമാന കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് അല്ലെങ്കിൽ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ. അല്ലാത്തവൻ, അവൻ അതിന് സാധ്യമല്ല എങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ മനുഷ്യരെ ആകർഷിപ്പിക്കത്തക്ക വിധത്തിൽ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായി നമ്മളുടെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കിടയിൽ വേണ്ട എന്ന് വിചാരിച്ചാലും നോക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനെയൊക്കെ തടയിടാൻ പറ്റുന്ന വിധത്തിൽ നോമ്പിനെ പരിപോഷിപ്പിക്കുന്നുവെങ്കിൽ, അതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നുവെങ്കിൽ നോമ്പിന്റെ ആത്മീയ തലം എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ, ഇത് സംബന്ധമായ അതിന്റെ മഹാത്മ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാളുകൾ നബിയുടെ അടുക്കൽ വന്നു. അവര് വിദൂര ദേശക്കാരാണ്, എവിടെ നിന്നോ വരുന്നവരാണ്. വളരെയേറെ കിലോമീറ്ററുകൾ താണ്ടി നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കി രണ്ടുപേരും മുസ്ലിങ്ങളായി. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് 1 വർഷത്തോളം നബിയുടെ കൂടെ ജീവിക്കുകയും സഹാബത്തിന്റെ കൂടെ ജീവിക്കുകയും ആ 1 വർഷം മാത്രം ഇസ്ലാമിൽ നിലനിന്ന് അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. രണ്ടാമത്തെ ആൾ, അയാൾ 2ാമത്തെ വർഷം അയാളുടെ സ്വാഭാവികമായ മരണത്തിന് വിധേയമായി കട്ടിലിൽ കിടന്ന് അദ്ദേഹവും മരണപ്പെടുന്നു. എന്നിട്ട് തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം? നേരത്തെ വഫാത്തായ ആ 2 പേര്, അതിൽ 2ാമത്തെ ആള് ആദ്യത്തിൽ സ്വർഗത്തിൽ പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് സഹാബികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് കയറി വരുന്നത്. ചർച്ചക്കിടെ നബി പറഞ്ഞു, നിങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, റസൂലെ, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറയുന്നത്, തൽഹാ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന്. അപ്പൊ നബി പറഞ്ഞു, അലൈസ ഹാദാ അം കസഹു സന,
ഈ രണ്ടാമത് ആദ്യം സ്വർഗത്തിലായ ആള്, അയാൾക്ക് ഒരു വർഷവും കൂടി ആദ്യത്തെ ആളെക്കാൾ ലഭിച്ചില്ലയോ? എന്നിട്ടോ കാലൂബല, അവർ പറഞ്ഞു ശരിയാണ് നബിയെ, ഒരു വർഷവും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നബി പറഞ്ഞു കാല വഅദ്റക റമളാനു ഫസാമ വസല്ല, എന്നിട്ട് പറഞ്ഞു മിൻ സജദതിഹി കദാ വകദാ. ആ മനുഷ്യൻ ഒരു വർഷവും കൂടി അധികം കിട്ടിയപ്പോൾ റമളാൻ അയാൾക്ക് കിട്ടി. അയാള് സുന്നത്തായ നമസ്കാരങ്ങൾ ഉൾപ്പെടെ എല്ലാ സൽക്കർമ്മങ്ങളിലും പങ്കാളിയായി അതിൻ്റെ എല്ലാവിധ ശ്രേഷ്ഠതക്കും അയാള് സ്ഥാനം ലഭിക്കത്തക്ക വിധത്തിൽ ദീനിയായി ആ ഒരു മാസക്കാലവും കൂടി അയാൾക്ക് അവസരം ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അതാണല്ലോ നബി പറഞ്ഞത് മൻ ഖാല ഉമറുഹു വഹസുന അമലുഹു എന്ന്. ഒരാൾ ഭാഗ്യവാനാണ്. ആരാണ് അയാള്? അയാൾക്ക് ആയുസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അമല് നന്നായിട്ടുമുണ്ട് എന്ന്. ആ റമളാനിന്റെ പവിത്രതയാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് നബി പറഞ്ഞു അയാളെയും ഇയാളെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന അത്രയും ആകാശഭൂമികൾക്കിടയിൽ സമാനമായ അകൽച്ച, അതിന് കാരണമായ വിഷയം പരിശുദ്ധ റമളാനാണ്. എത്ര ആളുകൾക്ക് ഈ റമളാൻ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. വളരെ വിശാലമായ വിഷയമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടാവും. ആ പോരായ്മകൾ പരിഹരിക്കാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണേ. അതിനു വേണ്ടിയാണ് ശഹ്റുൽ മഗ്ഫിറ വഇദാ സഅലക അന്നി ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് നോമ്പിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പറഞ്ഞതും അതിനു വേണ്ടി തന്നെയാണ്. 10 ദിവസം ഇഅ്തികാഫ് എന്ന നിലയിൽ ഒരു ആത്മീയമായ തലത്തിൽ മനുഷ്യനെ സംസ്കരിച്ച് അവനെ എല്ലാ നിലക്കും റബ്ബുമായി അടുപ്പിക്കാനുള്ള സാഹചര്യം അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളതും എന്ന് നമ്മൾ ആലോചിക്കുക. എത്ര ചെറിയ ചെറിയ പോരായ്മകൾ മുതൽ വലിയ വലിയ പോരായ്മകൾ വരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നബി പറഞ്ഞു കുല്ലു ബനി ആദം ഖത്താഊന വഖൈറുൽ ഖത്താഇന തവ്വാബൂന. എല്ലാ മനുഷ്യരും കുറ്റം ചെയ്യും, തെറ്റ് ചെയ്യും, നല്ലവർ അതിൽ തൗബ ചെയ്യുന്നവരാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞല്ലോ നബിയോട്, അല ഇന്നഹ ഖസീറ, നബിയെ അവർ നീളം കുറഞ്ഞ കുള്ളത്തി നമ്മൾ പറയാറുള്ള നിലക്ക് അവരെ ഹദീസിൽ പറഞ്ഞതനുസരിച്ച് ഇത്തിരി ആക്ഷേപം ഏറത്തോടു കൂടി സംസാരിച്ചു എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല റസൂലുള്ളാഹ് ലൗ ഖാലതത് കലിമത്തു തിമാഅൽ ബഹ്രി ലഗയ്യറത് മിൻ ലൗനിഹി വതഅമിഹി വറായിഹതിഹി. ആയിഷ, നീ പറഞ്ഞ വാചകമുണ്ടല്ലോ, നീ പറഞ്ഞ വാചകം അതെങ്ങാനും സമുദ്രത്തിൽ കലക്കിയാൽ തീർച്ചയായും അതിന്റെ നിറം മോശപ്പെട്ട നിറമായി മാറും, ദുർഗന്ധം വമിക്കുന്ന വാസനയായിരിക്കും. അത്രമാത്രം അപകടകരമായ ഒരു വർത്താനമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. എങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന, സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന ആരുടെയൊക്കെ നാവുകളിൽ നിന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഏതെല്ലാം ചെറുതും വലുതുമായ തെറ്റുകൾ ഉണ്ടാകും പരിശോധിക്കുക. അതിനുള്ള അവസരവും കൂടിയാണ് റമദാൻ എന്നീ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ആ നിലക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങണമെന്നും സന്നദ്ധമാകണമെന്നും നമ്മളുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെട്ടാൽ അവനേക്കാൾ ഹതഭാഗ്യവാനായി, ഒട്ടനായി, നബി പറഞ്ഞ പദം തന്നെ അങ്ങനെയാ, മോശപ്പെട്ടവനായി, ദൗർഭാഗ്യവാനായി വേറെ ആരുമില്ല എന്നാണ്. സഹോദരങ്ങളെ, കുടുംബസമേതം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും അങ്ങനെ പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ അതിൽ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നവരായി തീരാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم ثانيا وإياي بتقوى الله.
മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരൊറ്റ സുന്നത്ത് നമസ്കാരവും ഒരൊറ്റ ജമാഅത്ത് നമസ്കാരവും അതുപോലെ ദിക്റുകളും ദുആയും ഒന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഓരോ സെക്കൻഡും അടുത്ത റമദാനിലെ ദിനരാത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്കറിയാം, റമദാൻ അതിനു വേണ്ടി നാട്ടിലേക്ക് അവിടെ നിന്ന് മക്കളുടെ കൂടെ റമദാൻ കഴിച്ചുകൂട്ടണമെന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി എയർപോർട്ടിലിറങ്ങി വീട്ടിലേക്ക് പോകുമ്പം ആക്സിഡൻ്റായി മരണപ്പെട്ട മനുഷ്യർ നമ്മളുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആർക്കാണ് ഇനി അടുത്ത കൊല്ലം അതിന് ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല. അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുറത്ത് വലിയൊരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായും ബഹുറിന് ശേഷമുള്ള ക്ലാസ്സുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ ക്ലാസ്സുകളുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും പ്രത്യേകമായ ക്ലാസ്സുകളുണ്ട്. ഖുതുബക്ക് പുറമെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകണം. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 ആഴ്ചകളിൽ ജുമുഅക്ക് ശേഷം 4 വിഷയങ്ങളെ സംബന്ധിച്ച് സംശയ നിവാരണം എന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വെള്ളിയാഴ്ച റമദാനും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും, ഹിലാലായാലും മാസപ്പിറവിയായാലും ഒരു കുഴപ്പമില്ല, അതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉത്തരം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. മുൻകൂട്ടി തന്നെ ചോദ്യം നിങ്ങൾ എഴുതി തരികയോ അറിയിക്കുകയോ ചെയ്താൽ വളരെ സുഖമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായും ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. ആ നിലക്കുള്ള അവസരങ്ങൾ ഓരോ ആഴ്ചയുമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം എഴുതി തരാൻ പറ്റുന്ന വിധത്തിൽ അതിനുള്ള സാഹചര്യവും നമ്മൾ ഒരുക്കുന്നതാണ്. പുരുഷന്മാർക്കും ആ രൂപത്തിൽ ഒരു സംശയം നമ്മൾ ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് അതിലൂടെ അതിൻ്റെ ഹക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു വലിയ ഉപകാരമുള്ള കാര്യമാണ്. ആ നിലക്ക് അടുത്ത ആഴ്ചയുടെ വിഷയം അതായിരിക്കും, റമദാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളും പ്രശ്നങ്ങളും. പിന്നെ മറ്റ് 3 ആഴ്ചകളിലുള്ള വിഷയം ഓരോ ഖുത്ബയിലും മുൻകൂട്ടി ഞാൻ അറിയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ പകൽ സമയത്ത് നടക്കുന്ന ക്ലാസ് മുഴുവൻ ആളുകളും നിർബന്ധമായും ഇരിക്കണം. സഹോദരങ്ങളെ, വളരെയേറെ പുണ്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അത്. ഹദീസ്, ഈ ക്ലാസിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഹദീസുകളിൽ ഇതിൽ വന്നിട്ടുണ്ട്, ആയത്തുകൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒന്നിനും നേരല്ല. നമ്മൾ ഈ റമദാനിൽ പോലും ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഈ റമദാനിൽ പോലും നമ്മൾ ളുഹർ നിസ്കാരം കഴിയലും നമ്മൾ അമ്പ് പോകും പോലെ വിട്ട് തെറിച്ച് ഓടിപ്പോകുകയും ചെയ്യും. എങ്ങോട്ടാ പോണത്? അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ആ പോകുന്ന പോക്കിൽ നമ്മൾ എവിടെ വെച്ച് മരിക്കും, വല്ല ആക്സിഡന്റ് ആവും, എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തെല്ലാം വിധത്തിലുള്ള മരണങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഈ ആയുസ്, ആ ആയുസിൽ വിജ്ഞാനം കരസ്ഥമാക്കാൻ പറ്റുന്ന അവസരമായി റമദാനിനെ പൂർണ്ണമായും ഉള്ളത് കഴിയുന്നത് പോലെ ഉപയോഗപ്പെടുത്തണം. കേവലം 10 or 20 ആളാകരുത് ക്ലാസ് കേൾക്കാനുള്ളത്. എല്ലാ ദിവസവും ജമാഅത്തിന് വരുന്ന ആളുകൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. വിവിധ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ അതിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുള്ള സദസ്സാണത്. ഈ ഒരു സദസ്സ് പുറത്തു പോയാലുണ്ടോ? അസർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടേതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ പിടിക്കാനൊക്കെ പോകാം. റമദാനിലെ ആ ഒരു 10 or 25 or 30 മിനിറ്റ് ആ ക്ലാസ് കേൾക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വിജ്ഞാനം വർദ്ധിക്കും, നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കും. ആ നിലക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരവുമായിരിക്കും ഇത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സകല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ റമദാനിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് കുടുംബസമേതം നോമ്പെടുത്ത് അതിലുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗത്തിലെത്തുന്ന സജ്ജനങ്ങളിൽ പെടാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ രോഗസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 3 സഹോദരന്മാർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ ബാധിതനായി 4ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്
ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാം എപ്പോഴും മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ആര് എപ്പോൾ എങ്ങനെ വിധേയമാകുമെന്നറിയില്ല. പ്രാർത്ഥന തന്നെയാണല്ലോ അതിന് യുക്തമായ ഫലം ലഭിക്കുന്ന കാര്യം, മരുന്നുകളല്ല. അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ തമ്പുരാൻ യാതൊരു കാര്യവും കാരണവുമില്ലാതെ മാറ്റാൻ കഴിയുന്നവനാണ്. അള്ളാഹുവേ, ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന സകല മനുഷ്യർക്കും നീ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഇതുപോലെയുള്ള ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും മാരകമായ പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പരിശുദ്ധ റമദാൻ സന്തോഷത്തോടെ അതിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സജീവമാക്കാൻ നീ ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.